റേഡിയോ മലയാളം 98.6 ഖത്തർ മലയാളികളുടെ സ്വന്തം ചെങ്ങായി. കൂടെയുള്ളത് സ്വന്തം ചെങ്ങായാണ് ജിബിൻ. നമ്മളുടെ കൂടെ ഇപ്പോൾ ഉള്ള ആള് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഹേഷിന്റെ പ്രതികാരം എന്ന് പറയുന്ന ഒറ്റ സിനിമയിലൂടെ മലയാളത്തിൽ വന്നിട്ട് നമ്മളുടെ മലയാളികളുടെ മനസ്സിലേക്ക് ഇടം നേടി പിന്നീട് ഒരുപാട് സിനിമകൾ അഭിനയിച്ച് വളരെ ഗംഭീര കഥാപാത്രങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ലിജോ മോൾ ജോസ് ആണ്. നമസ്കാരം. നമസ്കാരം. ലിജോ മോൾ ഇപ്പൊ ഉന്മാദവുമായിട്ട് വരികയാണ്. ഇപ്പൊ ഒരു വളരെ പ്രതീക്ഷയുള്ള ഒരു ചിത്രമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അതിന്റെ ഒരു ഫുൾ ക്രൂ വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഉന്മാദ മൂവിയുമായി ബന്ധപ്പെട്ടുള്ള പ്രതീക്ഷകൾ? ഉന്മാദം മൂവി നല്ല പ്രതീക്ഷകളുണ്ട്. കാരണം അതിന് കുറെ അധികം ഫാക്ടേഴ്സ് ഉണ്ട്. അതിന്റെ ആദ്യത്തെ ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഇതിന്റെ റൈറ്ററാണ്, ഷാഹി കബീർ എന്നുള്ള പേര്. തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാം. ഷാഹിക്ക ഇതിനു മുമ്പ് ഒരുപാട് പോലീസ് കഥകൾ എഴുതിയിട്ടുണ്ട്, സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ ഹിറ്റാണ്. പക്ഷെ ഇത് അതേപോലെ തന്നെ അതേ ജോണറിൽ തന്നെ, അതായത് ഒരു പോലീസ് കഥ ആയിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷെ ഇതിനു മുമ്പ് വന്നിട്ടുള്ള എല്ലാ പോലീസ് കഥകളിൽ നിന്നും അത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പൊ ഈ ഒരു പേരാണ് ഞങ്ങളുടെ ഒരു USP എന്ന് പറയാം. പിന്നെ തീർച്ചയായിട്ടും ചാക്കോച്ചൻ ഈ അടുത്ത് ചെയ്തിരിക്കുന്ന എല്ലാ കഥാപാത്രങ്ങളും അത്രയേറെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ചാക്കോച്ചന്റെ പെർഫോമൻസുകൾ. അങ്ങനെ ഒരു പെർഫോമൻസുകളുടെ കൂട്ടത്തിലേക്ക് വെക്കാൻ പറ്റുന്ന മറ്റൊരു ചാക്കോച്ചൻ പെർഫോമൻസ് തീർച്ചയായിട്ടും ഉന്മാദത്തിൽ എല്ലാവർക്കും പ്രതീക്ഷിക്കാം. പിന്നെ തീർച്ചയായും ഇതിന്റെ ഡയറക്ടർ കിരൺ ദാസ് എന്ന് പറയുന്ന ആള് നമുക്കൊരു ഡയറക്ടറായിട്ട് അധികം ആർക്കും അറിയില്ലായിരിക്കും. കാരണം ഇത് ചേട്ടന്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. പക്ഷെ തീർച്ചയായിട്ടും എഡിറ്റർ എന്നുള്ള നിലയിൽ എല്ലാവർക്കും സുപരിചിതനാണ് കിരൺ ചേട്ടൻ. അപ്പം കിരൺ ചേട്ടന്റെ ആദ്യത്തെ ഒരു സംവിധാന സംരംഭമാണ്. അതേപോലെ പനോരമ സ്റ്റുഡിയോസ് എന്ന് പറയുന്ന ബോളിവുഡിൽ നിന്നുള്ള ഒരു വലിയ ബാനർ മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു ഇൻഡിപെൻഡന്റ് സിനിമ ചെയ്യാൻ നമ്മുടെ കൂടെ നിന്നു എന്നുള്ളതൊക്കെ ഇതിന്റെ പ്രത്യേകതയാണ്. അപ്പൊ അതുകൊണ്ട് എക്സ്പെക്ടേഷൻസ് ഒരുപാടുണ്ട്. അത് തന്നെയാണ്. ഞാൻ കിരൺ ദാസ് എന്ന് പറയുന്ന ഒരു എഡിറ്റർ ഡയറക്ടർ ആകുമ്പോൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് കുറച്ചുകൂടി സൗകര്യമുണ്ട്. കാരണം അവർക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും എത്ര വേണം, ഏതൊക്കെ ഒരു കുറച്ചുകൂടി. അങ്ങനെ ഇപ്പൊ ഒരുപാട് സിനിമകൾ ചെയ്തല്ലോ. അപ്പൊ ഒരു എഡിറ്റർ ഡയറക്ടർ ആയിട്ടുള്ള ഒരു വർക്കിൽ എന്തെങ്കിലും പ്രത്യേകത തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ ജിബിൻ പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് നല്ല ക്ലാരിറ്റി ഉണ്ട്. ഒരു സീൻ എങ്ങനെയാണ് എന്നുള്ളതിൽ നല്ല ക്ലാരിറ്റി ഉണ്ട് കിരൺ ചേട്ടൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആക്ടേഴ്സിനും അത് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. ഓരോ ഷോട്ടും നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഷോട്ട് ഓക്കെ ഇത് ഇത്ര മതി എന്നുള്ളതിൽ നമുക്കും ഒരു ക്ലാരിറ്റി ഉണ്ട്. കിരൺ ചേട്ടനാണെങ്കിലും അത് ആദ്യമേ പറയും, ഇത് ഇത്രയേ ഉള്ളൂ, ഇത് കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് ഷോട്ടിലേക്കാണ് പോകുന്നത്, ഈ ഷോട്ട് ഇത്രയും ഞാൻ യൂസ് ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് നമ്മൾ ആക്ടേഴ്സിനും നമുക്കും അഭിനയിക്കാൻ എളുപ്പമുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഒരു സീൻ എടുക്കാൻ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നമുക്ക് വേണ്ടി വരുന്നില്ല. ഇതിൽ എത്ര ഷോട്ട്സ് ആണെന്നുള്ളതിൽ ക്ലാരിറ്റി ഉള്ളത് കൊണ്ട് നമ്മൾ അത്ര മാത്രമേ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതിനനുസരിച്ചിട്ട് വേഗം ഷൂട്ട് തീർക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാളും ഒരു 10-12 ദിവസം മുന്നേ തന്നെ നമ്മൾ ഫുൾ ഷൂട്ട് തീർത്തിരുന്നു. അപ്പൊ അതൊക്കെ ഈ ഒരു എഡിറ്റിംഗ് എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും അതിന് കിരൺ ചേട്ടനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഒരു ആക്ട്രസ് എന്ന രീതിയിൽ ലിജോ മോളുടെ ഒരു ജേണി എന്ന് പറയുന്നത് ഞാൻ പണ്ട് ഇന്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട്. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് ഫസ്റ്റ് സിനിമ വന്നപ്പോൾ പറയുകയും അത് കഴിഞ്ഞിട്ട് അഭിനയിക്കാൻ അറിയാത്ത ആളെയാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് മറുപടി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു ജേണിയെ കാണുന്നത്? ഫസ്റ്റത്തെ സിനിമയും ഇപ്പോഴത്തെ ഒരു സിനിമയും വരുമ്പോ ഞാന് സിനിമയിലേക്ക് വന്നിട്ടല്ല, എന്റെ ഒരു ഓഡിഷന്റെ സമയത്ത് തന്നെയാണ് എനിക്ക് മഹേഷിന്റെ പ്രതികാരത്തിന്റെ ഒരു ഓഡിഷന്റെ സമയത്താണ് ഞാൻ പറയുന്നത് എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞത്. പക്ഷെ അതിനുശേഷം ഇത്രയും സിനിമകൾ ചെയ്തത് ഇതെന്റെ 10ാമത്തെ വർഷമാണ്. 2026 ആയപ്പോ മഹേഷിന്റെ പ്രതികാരം ഇറങ്ങി 10 വർഷമായി. അപ്പോ ഈ ഒരു 10 വർഷത്തിനിടയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ആക്ടർ എന്നുള്ള രീതിക്ക് എന്റെ ഒരു കോൺഫിഡൻസ് നല്ലോണം കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ജയ്ബി എന്ന് പറഞ്ഞ സിനിമയ്ക്കൊക്കെ ശേഷം അതിനുശേഷമാണെന്ന് തോന്നുന്നു എന്നെ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ ഒന്ന് അംഗീകരിച്ച് തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ല. ഈ ഒരു വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. പക്ഷെ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ് ഇതുവരെ ഉള്ള ഒരു ജേർണിയിൽ. കാരണം ഇതിനിടയിൽ ഞാൻ 1-2 തവണ വീണ്ടും സിനിമ വേണ്ട, സിനിമ നിർത്താം എന്നുള്ള രീതിക്ക് ഞാൻ അങ്ങനത്തെ ആലോചനകളൊക്കെ നടത്തിയപ്പോഴും സിനിമ എന്നെ തിരിച്ചു കൊണ്ടുവന്നതാണ്. അപ്പൊ അങ്ങനെ തന്ന സിനിമകളാണ് ഈ പറഞ്ഞ ജയ്ബിയും ഒക്കെ. അപ്പോ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ് ഒരു ആക്ടർ എന്നുള്ള രീതിക്ക് നല്ല ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യാനും നല്ല സിനിമകളുടെ ഭാഗമായിട്ട് മുന്നോട്ട് പോകാനും പറ്റുന്നുണ്ട് എന്നുള്ളതില്. തീർച്ചയായിട്ടും ഇപ്പൊ നമുക്ക് ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരാളായി മാറുക എന്ന് പറയുന്നത് അതൊരു സംതിങ് ഒരു മാജിക് ആണല്ലോ. ഇപ്പൊ ചിലപ്പോ നമ്മളെക്കാൾ മികച്ച രീതിയിൽ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ആളുകളുണ്ടാവും, പല രീതിയിൽ നമ്മളെക്കാൾ അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ആളുകളുടെ ഇഷ്ടം എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് രജനീകാന്തിന് അല്ല ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡ് കിട്ടിയിരിക്കുന്നത്, പക്ഷെ രജനീകാന്ത് വിജയൊക്കെയാണ് ഏറ്റവും കൂടുതൽ സൂപ്പർ സ്റ്റാറുകളായിട്ട് മാറും എന്ന് അത് എങ്ങനെയാണ് അതിന്റെ ഒരു കെമിസ്ട്രി ഇതുവരെ മനസ്സിലാക്കിയിട്ടുണ്ട്? അതായത് എന്താണ് ആളുകൾക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു ഘടകം എന്താണ് എന്നുള്ളത് ലിജോ മോളുടെ കാര്യത്തിൽ എന്തായിരിക്കും എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചത് എനിക്ക് അതിനൊരു ക്ലിയർ ഒരു ആൻസർ ഇല്ല. എനിക്ക് തോന്നുന്നു ഈ ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ ചൂസ് ചെയ്യുക, അതേപോലെ തന്നെ ആളുകളുമായിട്ട് ആ ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാവണം. എനിക്കും അറിയില്ല, നമ്മൾ ജെന്യുവൻ ആയിട്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ.
തീർച്ചയായിട്ടും. ഇത്രയും എനിക്ക് പറയാനുള്ളത്. ഓക്കെ. ആൻഡ് ഇപ്പോ ജയ് ഭീമിന്റെ ഒരു കാര്യം പറഞ്ഞു. ജയ് ഭീം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ, പ്രത്യേകിച്ച് അത്യാവശ്യം നമുക്ക് വെറുതെ ഒരു നായിക എന്നുള്ളതല്ലാതെ അത്യാവശ്യം പൊന്മാനെ പോലെയുള്ള കഥാപാത്രങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഇത് ഞാൻ ചെയ്തോ, ഇത് ഈ ഒരു സിനിമ ഉണ്ടെങ്കിൽ ഇത് ഞാൻ തന്നെയാണോ ചെയ്തത്, അങ്ങനെ തോന്നിയ ഏതെങ്കിലും ഒരു കഥാപാത്രം ഉണ്ടോ? തീർച്ചയായിട്ടും ജയ് ഭീമായിരിക്കും. ജയ് ഭീമായിരിക്കും. ഓക്കെ. പിന്നെ എനിക്ക് എന്റെ ആദ്യത്തെ സിനിമ മഹേഷിന്റെ പ്രതികാരവും എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു. കാരണം മഹേഷിന്റെ പ്രതികാരം ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഞാൻ എനിക്ക് അഭിനയിക്കാൻ പറ്റുന്ന ഒരാളാണെന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു സിനിമ ഇറങ്ങി ഒരു മാസത്തിന് ശേഷം എന്തോ ആണ് ഞാൻ സിനിമ കാണുന്നത്. കാരണം അത്രയും ദിവസങ്ങൾ എനിക്കിത് എന്നെ സ്ക്രീനിൽ കാണാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ സിനിമ കാണാതിരിക്കുകയായിരുന്നു. അപ്പൊ അതിനുശേഷം ഞാൻ ആദ്യമായിട്ട് തന്നെ സ്ക്രീനിൽ കണ്ടപ്പോഴും ഞാൻ ചെയ്തത് ഇതാണോ, ഓക്കെ ഞാൻ ഇങ്ങനെയൊക്കെയാണോ ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു ഇതുണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം തീർച്ചയായിട്ടും എന്നെ കൊണ്ട് ഇങ്ങനെയും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ഇത് ഇങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് എനിക്ക് തന്നെ ഒരു മതിപ്പ് തോന്നിയ സിനിമ തീർച്ചയായിട്ടും ജയ് ഭീമായിരിക്കും. ഓക്കെ. ആൻഡ് ചാക്കോച്ചന്റെ കൂടെയുള്ള ഒരു അഭിനയിക്കുമ്പോൾ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ എല്ലാവരും പറയാറുണ്ട്, ഭയങ്കര കംഫർട്ട് ആക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണ് ചാക്കോച്ചനെ പറ്റിയിട്ട് ഈ ഒരു സിനിമ കഴിയുമ്പോൾ പറയാനുള്ളത്? തീർച്ചയായിട്ടും ഞാൻ ഷൂട്ടിന്റെ സമയത്ത് എന്റെ ഹസ്ബൻഡിനോടായാലും അല്ലെങ്കിൽ എനിക്ക് വളരെ അടുപ്പമുള്ള കുറച്ച് പേരോടൊക്കെ ഞാൻ എന്റെ വീട്ടിലൊക്കെ വിളിക്കുമ്പോഴാണെങ്കിലും ഞാൻ പറയാറുണ്ടായിരുന്നു, ചാക്കോച്ചൻ എന്ന് പറയുന്ന ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ എത്രത്തോളം കംഫർട്ടബിൾ ആണെന്ന്. നമുക്ക് ഒരു രീതിക്കുള്ള ഒരു പേടിയോ ടെൻഷനോ അതിന്റെ ഒന്നും ആവശ്യമില്ല. അതിനേക്കാളൊക്കെ ഉപരി ഈസ് എ വണ്ടർഫുൾ ഹ്യൂമൻ ബീയിങ്. അപ്പോ എല്ലാവരുടെ അടുത്തും ഒരേപോലെ ബിഹേവ് ചെയ്യുന്ന, സെറ്റിലൊക്കെ ആണെങ്കിൽ എപ്പോഴും നമ്മൾ ചിരിച്ചു അതേപോലെ നമ്മുടെ സെറ്റിൽ എപ്പോഴും ഉണ്ടാവും, എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. എന്നുവെച്ചാൽ ഞാൻ പറയണത് ഒരു സീൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് ക്യാരവാനിലേക്ക് പോവോ അങ്ങനെയൊന്നും അല്ലാണ്ട് ആ ഒരു സീനിന്റെ ഇടയിൽ അല്ലെങ്കിൽ അത് ചെയ്തിട്ട് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, ആ ഒരു കോർണറിൽ എവിടെയെങ്കിലും വെറുതെ ഒരു ചെയർ ഇട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പം അത്രത്തോളം നമുക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. എനിക്കതുകൊണ്ട് തന്നെ ഒരു പേടിയും തോന്നേണ്ട ഒരാവശ്യം ഉണ്ടായിട്ടില്ല. വളരെ ഹംബിൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. ആൻഡ് ഇപ്പൊ ഇനി ഇതുപോലുള്ള ഒരുപാട് സിനിമകൾ ഇങ്ങനെ നമ്മളിലേക്ക് വന്നു ചേരുന്നു. ഇനി നമുക്ക് സ്വന്തമായിട്ട് ഇപ്പൊ ഇത്രയും സിനിമകളൊക്കെ 10 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് ഡ്രീം ഒക്കെ വന്നിട്ടുണ്ട്. ഇതുപോലൊരു കഥാപാത്രം ചെയ്യണം, ഇങ്ങനെ ഒരു സംഭവം വരണം, അല്ലെങ്കിൽ ഇതിനെ ഒരു റീമേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നന്നായിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മനസ്സിലാലോചിച്ചിട്ടുണ്ടോ? എനിക്കങ്ങനെ ഒരു പെർട്ടിക്കുലർ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു കഥാപാത്രം കണ്ടിട്ടോ അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ആലോചിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ചില ടീമിനൊപ്പം ഇപ്പം വർക്ക് ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ട്. ചില സംവിധായകരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ട്. അല്ലാതെ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജോണറിലുള്ള ഒരു ക്യാരക്ടറിന് അങ്ങനെയില്ല, ഒരു ഡ്രീം ക്യാരക്ടർ അങ്ങനെയില്ല. പക്ഷെ എല്ലായ്പ്പോഴും എനിക്ക് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നൊക്കെ കുറച്ച് എന്താ പറയാ, നമ്മളൊരു ഇമോഷണലി കുറച്ച് നമ്മളെ ഡ്രെയിൻ ചെയ്യിക്കുന്ന പോലത്തെ കഥാപാത്രങ്ങളാണ് എനിക്ക് കൂടുതലും വരുന്നത്. അപ്പൊ അതിൽ നിന്നൊന്ന് മാറി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു ലൈറ്റർ വേർഷനിലുള്ള ഒരു ലൈറ്റർ നോട്ടിലുള്ള ക്യാരക്ടേഴ്സും കൂടി ഒന്ന് ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. സിനിമാ മേഖലയിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു മെന്റർ എന്നൊക്കെ പറയുന്ന രീതിയിൽ ആളുകളുണ്ടോ? അങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ ഒരു ഡിസിഷൻ ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ സംസാരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ സിനിമയിൽ തന്നെയുള്ള ആളുകളിൽ? ഇല്ല, അങ്ങനെ സിനിമയിൽ എനിക്ക് അങ്ങനെ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യുന്നതിന് അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ ഒന്നുമില്ല. തീർച്ചയായിട്ടും വളരെ അടുപ്പമുള്ള വ്യക്തികളുണ്ട്. പക്ഷെ അവരോടൊന്നും ഒരിക്കലും ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു സിനിമ ചൂസ് ചെയ്യുമ്പോഴോ ഒന്നും അങ്ങനെ ചോദിച്ച് ഇല്ല, അങ്ങനെ ചെയ്യാറില്ല. ഇല്ല. ഓക്കെ. ആൻഡ് ഉന്മാദം മൂവി കാണാനായി ഇപ്പൊ തിയേറ്ററിലേക്ക് എത്താനായിട്ട് നിൽക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തിയേറ്ററിൽ എത്താനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് കാണാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന നമ്മളുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഖത്തറിലെ മലയാളികളോട് എന്താണ് പറയാനുള്ളത്? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉള്ള സിനിമയാണ്. പിന്നെ അതിന് ഞാൻ പറഞ്ഞു ആദ്യം തന്നെ അതിന്റെ ഒരു മേജർ ഫാക്ടർ എന്ന് പറയുന്നത് ഷാഹി കബീർ എന്നുള്ള പേരാണ്. അപ്പൊ ചിലരെങ്കിലും ഷാഹിക്കയുടെ പടങ്ങൾ എന്ന് പറയുമ്പോ അയ്യോ കുറച്ച് ഡാർക്ക് ആയിരിക്കോ എന്നിങ്ങനെ പറയാറുണ്ട്. പക്ഷെ അതെനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് വന്നിട്ടുള്ള ഷാഹിക്കയുടെ സിനിമകളൊക്കെ കുറച്ചൊരു എന്താ പറയാ, അതിനൊരു പ്രോപ്പർ ഒരു ക്ലോഷർ ഉണ്ടാവാറില്ല അതിലെ ക്യാരക്ടേഴ്സിനൊന്നും. പക്ഷെ ഈ ഒരു സിനിമ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതിലൊരു പ്രോപ്പർ ക്ലോഷർ ആ ഒരു കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇതിനു മുമ്പും എല്ലാ ഇന്റർവ്യൂസിലും പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ്, ഇത് നമുക്ക് U13+ ആണ് നമുക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഷാഹിക്കയുടെ സിനിമകളിൽ ഏറ്റവും ഒരു ലൈറ്റർ സിനിമയായിരിക്കും തീർച്ചയായും ഉന്മാദം. അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ല സിനിമ കണ്ടിറങ്ങുന്ന ഒരു സംതൃപ്തിയോടെ തീർച്ചയായിട്ടും തിയേറ്ററിൽ നിന്ന് എല്ലാവർക്കും പുറത്തേക്ക് വരാൻ പറ്റും. അപ്പൊ ആ ഒരു ഉറപ്പ് ഞങ്ങൾ തരുകയാണ്. അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണണം. താങ്ക് യു. എന്തായാലും വളരെ സന്തോഷം. സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും, ഇനി വരാനിരിക്കുന്ന സിനിമകൾക്കും എല്ലാവിധ ആശംസകൾ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.